ഞാൻ ഹണിയുടെ ഹെയർ കെയർ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹണിയുടെ ഹെയർ ഓയിൽ എന്താണ് ഹണിക്ക് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായാലോ. അപ്പോൾ ഹണിയുടെ ഹെയർ ഓയിൽ വീഡിയോ കാണാം. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നിങ്ങൾ കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഹണിയുടെ ഹെയറിൽ എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. കാരണം ഞാൻ ഹണിയുടെ ഹെയർ കെയർ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാനുള്ള വീഡിയോ ഇടാൻ ഞാൻ ഇത്ര ലേറ്റ് ആയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് ഹോസ്പിറ്റൽ കേസും പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിന് ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. വെക്കാം മോൺ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വാ. അപ്പം നമുക്ക് ഫസ്റ്റ് കറിവേപ്പില വെച്ചേ. ഞാൻ ഒരുപാട് എണ്ണ എടുക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി എണ്ണ ഞാൻ കാച്ചിയത് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ കറിവേപ്പില ദാണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കുറച്ച് എണ്ണയെ കാച്ചുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് തുളസി എടുക്കാം. തുളസി. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഇത് അടുക്ക് ചെമ്പരത്തിയാണ്. നമുക്ക് ഏത് ചെമ്പരത്തി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ അടുക്ക് ചെമ്പരത്തിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ചെമ്പരത്തി പൂവും പിന്നെ ചെമ്പരത്തി മുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചെമ്പരത്തിയുടെ കിളുന്നിലകളുണ്ടല്ലോ, നമുക്ക് അതും എടുക്കാം. അപ്പോൾ നമുക്ക് നാട്ടിലായതുകൊണ്ട് എണ്ണ കാച്ചാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നമുക്കങ്ങ് പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. ഇനി നമ്മൾ നമ്മുടെ വേപ്പിലയാണ് എടുക്കുന്നത്. വേപ്പിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേപ്പില നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കറ്റാർവാഴയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കറ്റാർവാഴ പക്ഷേ അങ്ങ് നശിച്ചു പോയി. എങ്കിലും നമുക്കിപ്പോൾ എണ്ണ കാച്ചണമല്ലോ, അതുകൊണ്ട് നമുക്ക് കറ്റാർവാഴയും കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മൈലാഞ്ചിയാണ്. മൈലാഞ്ചി മാത്രം നമ്മുടെ വീട്ടിലില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ അത് വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് മൈലാഞ്ചി ഇല്ല. നമ്മൾ മൈലാഞ്ചി പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് കുറച്ച് ഉണക്കനെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചനെല്ലിക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഉണക്കനെല്ലിക്ക യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് സൈനസൈറ്റീസ് ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൈനസൈറ്റീസ് ഉണ്ട്. ഹണിക്കും സൈനസൈറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണക്കനെല്ലിക്കയാണ് മേടിച്ചത്. ഇത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ദാണ്ട് ഇത്രയും കൊച്ചുള്ളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തോനെ കൊച്ചുള്ളി യൂസ് ചെയ്യാം. ഹണിക്ക് കുറച്ച് സൈനസൈറ്റീസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ എണ്ണ കാച്ചാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. തുളസി ഇല, അതുപോലെ തന്നെ മൈലാഞ്ചി ഇല, അത് കറിവേപ്പില, വേപ്പില, പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും ചെമ്പരത്തി ഇലയും, പിന്നെ കറ്റാർവാഴ, അലോവേര, പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഉണക്കനെല്ലിക്ക. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ എണ്ണ കാച്ചാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൻ്റെ ലാസ്റ്റ് ഒരു സീക്രട്ട് സാധനം കൂടെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ഫുൾ അരച്ചിട്ട് വന്നാലോ. ഞാൻ എന്നിട്ട് ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതുകൊണ്ട് രണ്ടും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പാരച്യൂട്ടോ ഏത് വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കുപ്പി ഓയിൽ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുപ്പിയിലെ ഓയിലും കൂടെ യൂസ് ചെയ്യാം. തീ കുറച്ചിട്ട് നമുക്ക് ഇതിനോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് ഒട്ടും അടി പിടിക്കുകയോ കരിയാനോ പാടില്ല. അപ്പം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ.
നമ്മൾ എത്ര ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സാധനം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കാച്ചുന്നുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പം ഉലുവ ഞാൻ പൊടിച്ചായിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് പൊടിച്ച് നമുക്കപ്പോൾ ഇതിൻ്റെ പരുവം അറിയണമെങ്കിൽ ലാസ്റ്റ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ടിട്ട് പൊട്ടുവാണെങ്കിൽ അതാണ് ഇതിൻ്റെ പരുവം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടേ നമ്മളിത് ഉണ്ടാക്കാവുള്ളൂ. കാരണം കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു പരുവം വരെ ഇതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു നല്ല മണമൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്താൽ ഉലുവയുടെ പൊടി കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ഇത് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല മണം വരുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പരുവായോ അല്ലയോ എന്ന്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, കടുക് പൊട്ടുന്ന കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പരുവായെന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിലും കടുക് പൊട്ടത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ പരുവായിട്ടുണ്ട്. എൻ്റെ കടുക് പടപടപടാതെ പൊട്ടാൻ തുടങ്ങി. അപ്പം വലിയ പാടൊന്നും ഉള്ള കാര്യമല്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തൊരു സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കിത് നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആറിക്കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നമ്മൾ കാച്ചിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ച സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. നമ്മൾ ഉപയോഗിച്ച സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ യൂസ് ചെയ്താൽ നമ്മുടെ ഐബ്രോസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് വളരും. അതുപോലെ തന്നെ ഞാൻ ആവണക്കെണ്ണ ഇതിനകത്തുനിന്ന് ഒരു 1.5 അടപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ തലവേദനയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് 1.5 അടപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 to 3 അടപ്പൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഈ കവറിനകത്താണുള്ളത്. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം. ഇതെന്ന് വെച്ചാൽ വിറ്റമിൻ ഇ ടാബ്ലറ്റാണ്. ഇതും ഞാനൊരു 2 ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് പൊട്ടിക്കാൻ പിന്നെടുത്തുകൊണ്ട് വന്നിട്ടില്ല. എന്നെക്കൂട്ടുള്ള മടിച്ചുകളാണെങ്കിൽ നിങ്ങൾക്ക് നഖം വെച്ച് വേണമെങ്കിലും പൊട്ടിക്കാം. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഒരു 2 എണ്ണമാണ് ഞാൻ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹണിയുടെ ഹെയർ ഓയിൽ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഹണിയുടെ ഹെയർ കെയർ എന്താണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹണിയുടെ ഹെയർ ഓയിൽ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.